സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഹാർഡ് കോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ ഹാർഡ് കോറിൻ്റെ എപ്പിസോഡ് നമ്പർ 1 ആണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾക്ക് എന്തായാലും നല്ല ലൂട്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെന്തായാലും ആ എപ്പിസോഡിൽ ചാവുന്നു. ഓഫ് ക്യാമറയിൽ ഞാനെന്താ ഹാർഡ് കോറിൻ്റെ സെക്കൻഡ് വീഡിയോ റെക്കോർഡ് ചെയ്യായിരുന്നു. ആ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചത്തു. നമ്മളപ്പോൾ ഈ ബേസ് ഉണ്ടാക്കിയിരുന്നു. ബേസ് ഉണ്ടാക്കി കഴിയാൻ നേരത്ത് മറ്റേ റെയ്ഡിൻ്റെ ആൾക്കാർ വന്നു. ഓലിപ്പോൾ തന്നെ സ്പോണാവില്ലേ. ഞാൻ ഒപ്റ്റിമസ് സ്പോട്ടിന് വേണ്ടി ഒരു ഫൈറ്റ് ചെയ്തു. ഷീൽഡ് പൊട്ടി, പിന്നെ തട്ടി, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അമ്മക്ക് ഇനി പുതിയ ഹാർഡ് കോർ സീരീസ് തുടങ്ങിയല്ലേ. സോ ലെറ്റ്സ് ഗോ. എന്തായാലും ഒരു എപ്പിസോഡ് ഇട്ടിട്ടുള്ളൂ. നമുക്കൊന്നും വല്ലാത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ പുതിയ എപ്പിസോഡിലോട്ട് പോവാം. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോയിലേക്ക് എന്താ പറയുക എത്ര സബ് കയറി. ഇപ്പോൾ 55 സബ് ഉണ്ട്. അപ്പോൾ നിങ്ങളിനി എന്താ പറയുക സബ് കൂട്ടിത്താ നമുക്ക് ഈ വീഡിയോ തന്നെ ഒരു 100 സബ് അടിച്ച് നമുക്ക് ലക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡു സബ് ആൻഡ് ലൈക്ക് പ്ലീസ് ഗൈസ്. കഴിഞ്ഞ എപ്പിസോഡിൽ ലൈക്ക് ഒന്നും കിട്ടില്ല, വെറും 4 ലൈക്കാണ് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ലൈക്കും കൂടി അടിക്കും പ്ലീസ് ഗൈസ്. 145 ആൾക്കാരെ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളിച്ചു തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ മരം ഇടിച്ചു തുടങ്ങാം. ഏത് മരം എന്ന് വെച്ചാൽ ഈ മരം തന്നെ വെട്ടി തുടങ്ങാം. ഇത് വെട്ടിക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട്. പിന്നെ എന്താ FPS ലാഗുണ്ട്. FPS ചെറിയ കട്ടൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് PC ഒന്നുമില്ല, ചെറിയ ലാപ്പിലൊക്കെ കളിക്കണം. എന്നാലും നമുക്ക് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വീട്ടുണ്ടാക്കാൻ നിങ്ങളെ കൈക്ക് അങ്ങോട്ട് സുരക്ഷിതമായി തരിക. ബാക്കി എല്ലാത്തും നിങ്ങൾ ചെയ്യും. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ മരം അങ്ങോട്ട് വെട്ടി വെട്ടി കഴിയട്ടെ. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ആവണം. അതിനൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. അങ്ങനെ നമ്മൾ പ്ലാങ്ക് ഉണ്ടാക്കി, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി, ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് ഫുള്ള് ഒരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കി, ബുക്ക് തുറക്കുക, പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തു. നമ്മൾ ഈ പിക്കാക്സ് എടുത്തിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ചാടിയാലോ. ഇവിടെ കുറേ മെയിൻ ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് നമുക്ക് എന്താ പറയുക സ്റ്റോണേജ് ആവാം. നമുക്ക് നൈസിന് ഇനി മെല്ലോട്ട് ഇറങ്ങാം. കഴിഞ്ഞ എപ്പിസോഡിൽ കാട്ടിയാതിരി വല്ല കേവിൽ നിന്ന് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അയണിൽ റിച്ച് ആവാൻ പറ്റും. ഇതിൽ അയണൊന്നും കാണാനൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നമുക്ക് ഇത് ഞാനങ്ങനെ പോയേക്കാം. ഇത് കുറച്ചെടുക്കട്ടെ, നമുക്ക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം. അതായത് നല്ലൊരു സംഭവമാണ് ഈ സാധനം. ഇനി നമുക്ക് അവിടെ കേവ് അവിടെ ഇത് ഞാനില്ല ഇറങ്ങണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇനി ഇതങ്ങോട്ട് പൊട്ടിച്ചാൽ നേരെ അടിക്കല്ലേ വീണു. ഇനി നമുക്ക് അധികമൊന്നും ഇല്ല. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മെയിൻ ചെയ്യാം. എന്താ ഇതൊക്കെ ആൻഡസൈറ്റ് ആണല്ലോ. ഇതാ അങ്ങോട്ട് മെയിൻ ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മളെന്താ പറയുക സ്റ്റോൺ എന്തായാലും മെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. നമുക്ക് ഫുള്ള് സ്റ്റോൺ ടൂൾസിലേക്ക് മാറാം. അതാവും നല്ലതെന്നൊക്കെ തോന്നുന്നു. നമുക്ക് എന്തായാലും എന്താ പറയാ ഒരു പിക്കാക്സും ഒരു ആക്സും ഒരു സോഡും നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് 3 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവെന്ററി ഒന്ന് സോർട്ട് ചെയ്യാം. ഇൻവെന്ററി സോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല. ഇതും ഇപ്രാവശ്യം ഇങ്ങനത്തെ കോമ്പിനേഷൻ നമുക്ക് പിടിച്ചു നോക്കാം. എന്തായാലും അത് മാറ്റും, അതിൽ സംശയമൊന്നുമില്ല. ഇനി നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ അടിയിൽ ഇറങ്ങി നോക്കാം. എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിലോ. അല്ലെങ്കിൽ കേബിളിൽ ഇപ്പം തന്നെ ഇറങ്ങി ചാവണം. അങ്ങനെയുണ്ടല്ലോ ഒരു പരിപാടി. അതിപ്പോൾ വേണ്ട. ഇനി നമുക്ക് മേലെ കയറാം. അതാണ് നല്ലതെന്നൊക്കെ തോന്നുന്നു. ഇപ്പം നമുക്ക് വേണ്ടത്ര സ്റ്റോൺ നമ്മളെ കയ്യിലുണ്ട്. എന്നിട്ടും മേലൊക്കെ എത്തി. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഇനി നമുക്ക് മേലെ കുറേ വുഡും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ വലിയ വില്ലേജ് എന്തെങ്കിലും കണ്ടുപിടിക്കാം. എന്നിട്ട് എപ്പിസോഡിന്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ തരയണം. അല്ലെങ്കിൽ ഒരു ബേസ് സെറ്റ് ആക്കണം, അല്ലെങ്കിൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഞാൻ മെയിനായിട്ട് ഗോളായി കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെ പോയോക്കാം. ഫുഡ് ഇടൊരു പരിപാടിയില്ല. അതിനൊന്നും ഷീപ്പിനെ തട്ടാം. എന്നാലുള്ള നമുക്ക് ഫുഡ് ബെഡ് ഉണ്ടാക്കാൻ വയ്ക്കുക. അയ്യോ എന്താണ് ഷീപ്പിനെയും കൊന്നു. ഇനി നമുക്ക് ഏതിനെ പോകുന്നത് ആദ്യം പോവാം. വൂൾഫ് ബോണില്ല നമ്മളൊക്കെ എന്നാ ടീമാക്കാം. ഇനി നമുക്ക് ഇതിനെ പോയേക്കാം. ഇത് വെറും എന്താ ഫോറസ്റ്റ് ബ്രിച്ച് ഫോറസ്റ്റ് തോന്നുന്നു. പിഗ് അയ്യോ കുറച്ചുകൂടി നമുക്ക് ലീഫ് എടുക്കണം. അതുകൊണ്ട് നമുക്ക് ഫോറസ്റ്റ് കൂടെ തന്നെ പോവാം. നമുക്ക് കുക്ക് ചെയ്യാം രാത്രി. ഇവിടെ ഒന്നും ഞാൻ ലീഫ് ഉണ്ടാവൂലോ തോന്നുന്നു. പറഞ്ഞില്ലേ. ഇപ്പൊ തന്നെ വീണിന്ന് അയണതാ കണ്ണ്. അയൺ കണ്ട പിന്നെ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? ഇറങ്ങാം. ഏതിയനെ ഇറങ്ങും, അതാണ് ഇപ്പത്തെ ഡൗട്ട്. ഇവിടുന്ന് അങ്ങോട്ട് ചാടി അങ്ങോട്ട് എത്തുമോ? അയ്യോ ചാടല് കുറച്ച് ടാസ്കുള്ള പരിപാടിയാ. വേറെ എന്തെങ്കിലും. ഇതൊരു റെവീനാന്നാ തോന്നണേ.
ഇനി നമുക്ക് എന്തായാലും നല്ല ഈ വഴി കൂടെ നമുക്ക് പോകാം. ഒയ്യോ, അങ്ങാനും അടിക്ക് എത്തിയാലോ. ഗ്രാവലാണ് ഇതൊക്കെ. അങ്ങനെ ഒരു സ്കെലിട്ടന്റെ സൗണ്ടും കേൾക്കാണ്ട്. ഇത് അടി വരെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട ഗൈസ്. എവിടുന്നാണത്? ആ കണ്ട്. ഓന് നമ്മക്കൊരു ടാസ്ക് ആവും. സഫക്കേറ്റ് ആയി ചത്തിന്നിപ്പോ. ഓനപ്പ ഞാൻ അങ്ങനെ അടിക്കുക? വെയിലത്ത് കൊണ്ടിടണോ? വെയിലത്ത് കൊടുന്നിട്ട് അടിക്കാന്നാണ് എന്റെ മൈൻഡ് പറയണത്. അയ്യോ, 1 2 3 4. ഓനെ തട്ടി. ഹൗ, ഞാൻ ചത്തെന്ന് വിചാരിച്ച്. ഓൻ്റെ ഒക്കെ 2 അടി തൊട്ടാൽ നമ്മൾ ചാവും. നമുക്ക് ഈ അയൺ അങ്ങോട്ട് മെയിൻ ചെയ്തെടുക്കാം. ഒന്നുള്ളൂ. ഇനി വേറെ ഇടയ്ക്ക് ഞാൻ കണ്ടിരുന്നല്ലോ. ഈ ഒറ്റ എണ്ണാണ് ഞാൻ അപ്പൊ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് അടിക്ക് ഇറങ്ങി. ഇനി കോളെ കുറച്ച് മെയിൻ ചെയ്തെടുക്കാം, അല്ല നമുക്ക് ആവശ്യമുള്ളതല്ലേ. അപ്പൊ നമ്മള് ആ കോള് മെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞു. അതാക്കണു വേറെ 2 അയൺ. ഇനി നമുക്ക് ഇത് മെയിൻ ചെയ്തെടുക്കാം. കാരണം നമുക്ക് അയൺ എന്തായാലും ആവശ്യം ഉണ്ടാവും. കാരണം നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കണം, ഒരു ഷീൽഡ് ഉണ്ടാക്കണം എന്നാ തോന്നുന്നത്. ആ കോള് കിട്ടി അയണിന്റെ ഓറ് വെയിനപ്പി വന്നപ്പോ. അപ്പൊ നമ്മൾ ആ കോള് മെയിൻ ചെയ്ത് കൊടുത്തു. നൈറ്റ് ആവാനായോ? ഇനി നമ്മക്ക് ഇപ്പൊ എന്താ ചെയ്യാ? ഇവിടെ തന്നെ ഇടയിലോട്ട് ടെന്റ് അടിക്ക. അതിന് മുന്നേ നമുക്ക് നേരത്തെ ഇടുന്ന ഒരു അയൺ കിട്ടിയത് അവിടെ തുള്ളൂടിയും ഡിഗ്ഗിയാണെങ്കിൽ നമുക്ക് ചിലപ്പോ ആ അയണിന്റെ ബാക്കി വെയിന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടായി. എവിടെയൊക്കെ ഇപ്പൊ കയറി ഇരിക്കണം, അല്ലെ ഇപ്പൊ സോംബിന്റെ ഒക്കെ നല്ല അടി ഇട്ടുണ്ടാവും. അല്ലെ നമുക്ക് സ്ട്രിപ്പ് മൈനും ആണെങ്കിൽ അതും ചെയ്യാം. ഞാൻ ഇനി സ്ട്രിപ്പ് മൈൻ ചെയ്ത് നോക്കട്ടെ. കാരണം എന്തായാലും മോർണിംഗ് ആവും വേണ്ടേ, നേരം മുളക്കും വേണം. നമ്മളൊക്കെ വുഡുണ്ട്, ഇനി 9 വുഡും ഉണ്ട്. പിക്കാക്സ് മാത്രം ഉണ്ടാക്കാം. ഇനി നമുക്ക് എന്നാ അത് ചെയ്യാം. ക്രീപ്പറല്ല അടക്കണ്, 2 ക്രീപ്പർ. അപ്പോൾ നമുക്കുള്ള നല്ല ഐഡിയ ഇതാണ്. ഞാൻ അങ്ങോട്ട് കയറി ഇരിക്കുക. നമുക്ക് കിട്ടിയത് വെച്ചിട്ട് ഒരു സ്റ്റിക്ക് ഇതാ 32 കോളും ഉണ്ട്. അതിന് നമുക്ക് 4 ടോർച്ചും കയ്യിൽ പിടിക്കാം. ഇതാ അങ്ങോട്ട് വെക്കുക. ഹൈറ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിളും പ്ലേസ് ചെയ്യണം, ഒരു ഇതും പ്ലേസ് ചെയ്യണം, ഒരു ഫർണസ്. അതിൽ നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ വെക്കാം. എന്നാൽ നമുക്ക് ഫുഡ് കുറച്ചുകൂടി അധികം ഹങ്കർ ബാർ ഫില്ലാക്കി തരും. അല്ലെങ്കിൽ കുറച്ച് ഹങ്കറോട് ഫീലാക്കുക. അതെല്ലാവർക്കും അറിയുന്ന ബേസിക് സംഭവം തന്നെയാണ്. എന്നാലും ഞാൻ വെറുതെ അങ്ങനെ പറയാം, അത്ര തന്നെ ഉള്ളൂ. ലീഫ് എടുത്തിട്ടില്ല. ലീഫ് ഇതാ. ഇനി നമുക്ക് അടിയൊക്കെ ഒരു തുള്ളി ഇങ്ങനെ മൈൻ ചെയ്ത് പോവാം. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇങ്ങനെ പോകണം. വാട്ടർ ബക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോണി, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയി പോയി. 3 അയണില്ല. അപ്പോൾ ഒരു വാട്ടർ ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ഒരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യണം. ഏതിലും ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം. അയ്യോ, ഡൈനാമിക് ലൈറ്റ് ഇല്ല ഈ ഫാബ്രിക്കിൽ. അതാണ് ഇപ്പോൾ ഉള്ള കുഴപ്പം. അല്ലെങ്കിൽ എന്താ പറയുക, ലൈറ്റ് ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചാൽ തീരുന്നില്ല. അപ്പോൾ ഫാബ്രിക്കിലാണ് കളിക്കുന്നത്. ഒപ്റ്റിഫൈനിലാണെങ്കിൽ പിന്നീട് ഞാൻ ആദ്യം ഒപ്റ്റിഫൈൻ യൂസ് ചെയ്തു. അപ്പം എന്താണെന്നാവോ, ഇനി ഇങ്ങനെ കുറച്ച് പോയോക്കട്ടെ. നമ്മളെ പിക്കാക്സ് പൊട്ടി നമുക്ക് കൊണ്ട് മേലേക്കനെ കയറാം, അതാണ് നല്ലത്. അല്ലേ ഇപ്പൊ നമ്മളെന്താ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലല്ലോ. വേറെ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യണം, ബാക്കിയത് ഫുള്ള് ഇനി ടോർച്ച് ഉണ്ടാക്കാം. ഫാബ്രിക്കിൽ എങ്ങാനും ഡൈനാമിക് ലൈറ്റ് ഇട്ടാണീനായിട്ടും, അല്ലേ ഇടത്തില്ല. എങ്ങനെയും ആ സാധനം എനിക്ക് വേണം, ഡൈനാമിക് ലൈറ്റ് എന്ന് പറയുന്നത്. ഉണ്ടെങ്കിലുള്ളൂ എന്താ പറയാ, നമുക്ക് കുറച്ച് സുഖമായിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കാൻ വയ്ക്കുക. അല്ലെങ്കിൽ നല്ല ടഫാണ്. താഴത്ത് പറയും കുറെ റീസേഴ്സ് ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഗേദർ ചെയ്യണം. നമുക്ക് ലൈറ്റ് എന്താന്ന് വെച്ചാ, അയ്യോ ഷീൽഡും ഉണ്ടാക്കണല്ലേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിങ്ങ് ഒരു പിക്കാക്സ് ബാക്കിയുള്ളത് കൊണ്ട് എന്താന്ന് വെച്ചാ ടോർച്ചും ക്രാഫ്റ്റ് ചെയ്യാം. 5 എണ്ണം പോരെ ഷീൽഡിന്? മതിയാവെന്ന് കരുതണേ. ടോർച്ചോടെ 25 ടോർച്ചുണ്ട്, 3 അയണ്, ഇനിയൊരു ഗൈസ് ഒന്നും പറയുന്നില്ല. 6 എണ്ണം അത്ര. ഞാൻ എന്താ കാട്ടുക, പാവങ്ങള്.
പിക്കാക്സ് എടുക്കാതെ പോന്ന്. ആ പിക്കാക്സ് ഉണ്ട്, ഞാൻ കണ്ടിരുന്നില്ല. ഒരു പിക്കാക്സ് ഉള്ളൂ, അതുകൊണ്ട് എതിരെ പോകുന്നാവോ. കുറച്ചെടുത്ത് കഴിഞ്ഞല്ല അതും, അത് ബാക്കി അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ നമ്മളൊക്കെ ആവശ്യത്തിന് എന്തായാലും ഉണ്ടല്ലോ. ഇത് ഓഫ് ഹാൻഡിൽ പിടിക്കട്ടെ, എന്നാലാണ് ഒന്നുകൂടി നമുക്ക് സുഖം കിട്ടുക. നമുക്ക് വീണ്ടും മൈനിങ് ചെയ്യാം. അങ്ങനെ നമുക്ക് വീണ്ടും അയയും കിട്ടി. നമുക്ക് ഈ അയം പൊട്ടിക്കാം. അത് കഴിഞ്ഞു. ഞങ്ങാനും ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിലോ അതിന്റെ ഓറ് വെയിന് ബാക്കി. ഇവിടെ ഒന്നും ഇല്ല. ഞമ്മക്ക് ഇങ്ങനെ അടിയിലോട്ട് തന്നെ പോവാം. ഈ വൈ ലെവൽ 15 എത്ര ഡിഗ്രി ചെയ്തോണ്ട് നമുക്ക് അയം കിട്ടണില്ല. നമുക്ക് വീണ്ടും അടിയിലോട്ട് തന്നെ പോവാ, അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പൊ ഗൈസ്, നമ്മളെ പിക്കാക്സ് പൊട്ടിയിട്ടുണ്ട്. നമ്മളെന്തായാലും മേലെ കയറാം. അയ്യണ് ഞമ്മക്ക് പിന്നെടുക്കാം. അപ്പൊ നമ്മളൊക്കെ 5 അയൺ ഉണ്ടല്ലോ. ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാനുള്ളതായി, ഒരു ഷീൽഡും ഉണ്ടാക്കാനുള്ളതായി. അല്ല, ഒരു ഷീൽഡും ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയാലോ അങ്ങനെ ആലോചിക്കണത്. എന്തായാലും നമുക്ക് വുഡ് എടുത്ത് വരാം, എന്നിട്ട് വീണ്ടും ഇവിടെ തന്നെ മൈൻ ചെയ്യാം. അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും അത് ചെയ്യാം, കാരണം അതൊന്നുകൂടി നല്ല ഐഡിയ ആയിട്ട് തോന്നി. വുഡ് എടുക്കുക, ഇങ്ങോട്ട് വരിക, എന്നിട്ട് കുറച്ചുകൂടി എന്താ പറയാ അയണ് നമുക്ക് ഇവിടുന്ന് മൈൻ ചെയ്തിട്ട് പോവാം. അയ്യോ, പുറത്തോട്ട് ഇറങ്ങാൻ പിക്കാക്സ് വേണ്ട. അത് നമുക്ക് ഇനി ഒരു സ്റ്റോണിന്റെ പിക്കാക്സ് ഉണ്ടാക്കാം, അതല്ലേ നല്ലത്. അപ്പൊ ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ച് ഇനി നമുക്കൊരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. എത്ര പെട്ടെന്ന് സ്മെൽറ്റ് ആയ അയണൊക്കെ ഈ സാധനം വയ്ക്കുകയാണെങ്കിൽ. അങ്ങനെയൊക്കെയല്ലേ, ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്ര പെട്ടെന്ന് സ്മെൽറ്റ് ആവും. മോർണിംഗ് ആയില്ലേ? മോർണിംഗ് ആവണുള്ളൂ. എന്താ ഒന്ന് വേഗം നേരം വെളുക്കാത്ത. അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോ ഇങ്ങനെ തന്നെ ഇങ്ങനെ കയറുകയാണെങ്കിൽ ആ പള്ള പാട് കൊടും. നമുക്ക് ഇങ്ങനെ എടുക്കുക. അയ്യോ അയ്യോ, കിട്ടി. അങ്ങനെ കിട്ടി. നമ്മൾ മേലോട്ടെത്തി. നമുക്ക് ഈ കിട്ടിയ വുഡന്നെ വെട്ടാം. നമുക്ക് ഇന്ന വുഡ് വേണമെന്നൊന്നുമില്ല. നമുക്ക് ഒരു സ്റ്റാക്കിന് അടുപ്പിച്ചായിട്ട് ആയാൽ പിന്നെ പോവാം. പിന്നെ നമുക്ക് എല്ലാതും അണ്ടർഗ്രൗണ്ടിൽ എഫിഷ്യൻസി ആയി കൊണ്ട് ഇതേനെ പോവുക. നമ്മളെ വീട്ടിലോട്ടുള്ള എൻട്രൻസ് കിട്ടി. നമ്മളെ അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫുള്ളും എടുത്തിട്ട് അങ്ങോട്ട് പ്ലാങ്ക് ആക്കുക. നമുക്ക് ഈ 2 അയൺ എടുക്കുക. നമുക്കൊരു ഷീൽഡ് എടുത്ത് ക്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഷീൽഡായി. നമുക്ക് എന്താ വേണ്ടേ? കുറച്ച് ടോർച്ചും പാടിയും ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് സ്റ്റിക്കും വേണമല്ലേ. ഇങ്ങനെ വെക്കുക. 1 2 3 4 എത്ര മതി. ഇനി നമുക്ക് കോള ഇവിടെ ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ. അതിൽ ഇതെടുത്ത് ടോർച്ചാക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കി വെച്ചിട്ട് നമുക്കൊരു ചെസ്റ്റും ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇൻവെന്ററി ഫുള്ളാവും. ചെസ്റ്റ് ഉണ്ടാക്കുക അതിലല്ലേ പോകുക. ഇതിൽ അപ്പുറത്തേലും ചെസ്റ്റ്, ഒരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിക്കണേ. ഇനി നമുക്ക് ഇത് ഇവിടെ വെച്ച് ഇത് ഓപ്പൺ ആക്കാൻ പറ്റില്ലേ? ഓപ്പൺ ആക്കി. ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ വേണ്ടാത്ത സാധനങ്ങൾ ഫുൾ ഇതിലോട്ട് വെക്കട്ടെ. ഇനി ഇത് ഈ അയ്യണ് മേലക്കോട്ടെ. ഫുഡ് ഇങ്ങോട്ട് അടി കയറട്ടെ. ഇതും പോട്ടെ, ഇതും പോട്ടെ, ഇതും പോട്ടെ, ഇതും ഇങ്ങോട്ട് അടി കയറട്ടെ, ഇതും ഇങ്ങോട്ട് അടി കയറട്ടെ. അയ്യോ, നമുക്ക് കുറച്ച് വുഡും വേണം. നമുക്ക് എന്തായാലും ഒരു 3 പിക്കാക്സ് കൂടി ഉണ്ടാക്കാനുള്ള. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് വീണ്ടും സ്റ്റിക്ക് ആക്കാം. ഇനി സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് വീണ്ടും രണ്ട് പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തിക്കണു. ഇനി നമുക്ക് ബാക്കി വുഡും ഈ കോളും ഇവിടേക്ക് തന്നെ വെച്ചേക്കാം. അല്ല, വുഡ് നമ്മളെ കയ്യിലിരുന്നോട്ടെ, അങ്ങനെ ആവശ്യം വന്നാൽ നമുക്ക് യൂസ് ചെയ്യാലോ. ഇനി നമുക്ക് അടിക്ക് പോവാം. ഇനി അടിക്കത്തെ ഒരു അരമണിക്കൂറാവും. ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് ഇതാക്കാം, അപ്ഡേറ്റ് ആക്കാം. അപ്പൊ ഗൈസ്, ഗൂഗിൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ വൈ ലെവല് 16 കുഴിച്ചോ, നിങ്ങൾക്ക് കുറച്ചധികം അയം കിട്ടുന്നതാണ്. അപ്പൊ നമ്മള് വൈ ലെവല് 16 അല്ലേ ഇത്? 16 തന്നെയാണ്. അപ്പൊ നമ്മള് 16 കുഴിച്ചോക്കാം. ഇതന്നെയല്ലേ നോക്ക്. ഇതന്നെ. ഇവിടെ പക്ഷെ ഗ്രാനൈറ്റ് ഉള്ളത്. ഇവിടെ കുറച്ച് ഡിഗ് ചെയ്ത് നോക്കാം, അങ്ങനെ കിട്ടിയാലോ. ഗൈസ്, നമ്മൾ ഡിഗ് ചെയ്ത് വന്നപ്പോ വേറെ ഏതൊരു കേവിലോട്ട് എത്തിയോന്നു. ഇവിടെ അയ്യുണ്ടാവോ?
കുറച്ച് യമണ്ടൻ കേവാണല്ലുണ്ട്. ഗൂഗിൾ പറഞ്ഞത് ശരി തന്നെയാണ്. അവൈലബിൾ 14, 15, 16. നിങ്ങളിതിൽ ഏതിലാച്ചാ മൈൻ ചെയ്തോ. ബട്ട് ഞാൻ ഇപ്പല്ല. ഗായ്സ്, ജീവൻ വിട്ട പോരാട്ടാണിത്. നിങ്ങൾ എന്തുണ്ടെങ്കിലും അങ്ങനെ ഒരു യുദ്ധത്തിന് പോവരുത്. അയ്യോ, ഐഡിയ ഉണ്ട്. ഇവിടെ നിന്നിട്ടേ വാട്ടർ, അയ്യോ വാട്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ടാള്, ഇവിടെ നിന്ന് അങ്ങോട്ട് പ്ലേസ് ചെയ്യാം. അങ്ങോട്ടുമാണ് കൊടുക്കുക. വാട്ടർ ഇങ്ങോട്ടല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അപ്പോഴും ഇത് ഇങ്ങോട്ടാണല്ലോ. ഇപ്പൊ വാട്ടർ അങ്ങോട്ടാണ് പുഷ് ചെയ്യാ ബേബി സോംബിനെ. നമ്മൾ അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കുക. എനിക്ക് അതെന്ത് പറയാത്ത 2 ബ്ലോക്കിന് അതാക്കിക്കണം. വരികയാണെയോ വരട്ടെ, നമ്മക്ക് പേടില്ല. ഇനി എവിടെ? ഇപ്പോഴാണൊന്ന് കണ്ണാണാണ്ട്. വാടാ. കുറച്ച് ബെഡ്വാർ കളിക്കാറിനോട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. 2 ബേബി സോംബികള്. അയ്യോ, ഇപ്പൊ തന്നെ ചത്തിന്നു ഞാന്. അതുകൊണ്ട് ഒരടിക്ക് തന്നെ. ഇവിടെ അടുത്തിടയിലൊക്കെ ഉണ്ടോ ആ കൊച്ച് കുരിപ്പേളി? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒന്ന് ലേറ്റ് ചെയ്യട്ടെ. അവിടെ നിക്കണം പൈറ്റ. ടോർച്ച് ഇപ്പൊ ഒരുത്തനുള്ളു കാണാൻ. നേരത്തെ 2 ആൾക്കാരുണ്ടായിരുന്നു. എവിടെന്നാവോ? ഇവിടെ ഫുള്ള് പോരാണുള്ളത്. ഈ വെള്ളമൊന്നും എടുത്താ ഓൻ വരുമെന്നാവും. വെള്ളം എടുത്താൽ ഉറപ്പായിട്ടും വരും. അയ്യോ, വെള്ളം എടുക്കാതൊക്കെ എന്റെ വീട്ടിലോട്ടും പോകാൻ പറ്റില്ല. രണ്ട് കുഴി ഉണ്ടാക്കിയേക്കണ്. വരുന്നുണ്ട്. പോടാ, ഇപ്പൊ ഇതിനും പോണം മണ്ടൻ. അയ്യോ, പോടാ. ഓനെ അങ്ങോട്ട് നമ്മള് സുഖമായിട്ട് അങ്ങോട്ട് എടുത്ത് ഫുഡ് കഴിക്കട്ടെ. അല്ലെ പിന്നെ വേറുള്ളൊരു സുഖമായിട്ട് എടുക്കും. ഞാൻ പ്രതീക്ഷയില്ല ഇങ്ങനെ വില കൊല്ലാൻ പറ്റുന്നു. ഇതിലൊരടി തന്നെ എന്ത് ഡാമേജാ തരുന്നതെന്ന് അറിയും. അതാണ് വേറൊരു കാര്യം. ഇതെന്റെ ടോർച്ചൊക്കെ ഇവിടെ സ്പ്ലിറ്റായി കിടക്കുന്നുണ്ട്. ഓ ഗായ്സ്, ഡയമണ്ട്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ നമുക്ക് ഡയമണ്ടും കിട്ടി. ഇങ്ങനെയാണ് ഡയമണ്ട് ഒരു 3 ഉണ്ടാവണേ. നമുക്കിപ്പോ എന്താന്ന് വെച്ചാൽ ഈ അയണോളൊക്കെ എടുക്കാം. നീ ഇവിടെ വാ, നീയും മേലെ പോ. ഇത്ര സാധനങ്ങൾ മതി ഇപ്പം നമുക്ക്. ഇനി നമുക്ക് എന്താന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഫസ്റ്റ് അയൺ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡയമണ്ട് നമ്മളങ്ങോട്ട് മൈൻ ചെയ്തിക്കണേ. അയ്യോ, ഡയമണ്ട് ഒന്നേനെ ഉള്ളൂ. ഇനിയില്ലേ, ഇനി കിട്ടാൻ ചാൻസ് കുറവാണ്. ഈ വൈ ലെവലിലൊക്കെ കിട്ടിയല്ലേ. ഇപ്പൊ തോന്നി ഒന്നേനെ ഉള്ളു ഉണ്ടാവുകയാണ്. ഡയമണ്ട് പോകുമ്പോൾ നമ്മൾ മേലോട്ട് തട്ടുക. ഡയമണ്ടൊക്കെ യൂസ്ലെസ് സംഭവമാണ് ഇപ്പോൾ. അയ്യോ, ഇനി നമുക്ക് വീണ്ടും മൈനിങ്ങിലോട്ട് പോകണം. വൈ ലെവൽ 15 അതിനല്ല. ഇനി നമുക്ക് മേലേക്ക് കയറി നമുക്ക് ബാക്കി ഫുള്ള് ഇതാക്കാം. ലൂട്ട് സെറ്റ് ആക്കണോ അതോ ലൂട്ടല്ല, നമ്മൾ 21 അയണുള്ളൂ. ഫുൾ ആർമർ ക്രാഫ്റ്റ് ആക്കാനുള്ള മേലെ 22 അയ്യാണ് മൊത്തം ടോട്ടൽ നമ്മളേക്ക് ഉള്ളത്. കുറച്ചടിക്ക് പോവാം. നമുക്ക് എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടി അയ്യം കിട്ടുമല്ലോ. ആ കിട്ടിയ അയ്യാണ് വെച്ച് നമുക്ക് പിന്നെ ഇതാക്കാം. അയ്യോ, ഫുഡില്ല നമുക്കേ. ഹങ്കർ ബാർ ഒരു ലാസ്റ്റത്തെ 4 ആകുമ്പോൾ കൊണ്ട് മേലോട്ട് തന്നെ വരാല്. ഇപ്പൊ സഫോക്കേറ്റായി മരിക്കും നമ്മള്. അത് ഓവർ വിഷമം തരും നമുക്ക്.
അപ്പൊ നമുക്ക് വിഷമം വേണ്ട. ഡീപ് സ്ലേറ്റ് എത്തി നമ്മളങ്ങനെ. നമുക്ക് ഈ ഡീപ് സ്ലേറ്റിൽ നിന്നും കുറച്ച് മെയിൻ ചെയ്ത് പോകണം, എന്നാലുള്ളൂ നമുക്ക് എല്ലാവരും റെഡി ആവുക. പോട്ടെ. ഗൈസ് നമ്മളങ്ങനെ എവിടെ എത്തിക്കണു. ഒരു വലിയ കേവാണെന്ന് മാത്രമൊക്കെ അറിയാം. നമ്മൾ മൈനീനതിൻ്റെ ഇടയിൽ വീഴുകയാണ് ചെയ്തത്. ഇവിടെ നിറച്ച് സോംബികൾ നമ്മളെ സറൗണ്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗൈസ്. മിക്കവാറും ഈ വേൾഡും പോവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെയൊക്കെ മെയിനായിട്ട് ഫുഡും ഇല്ല, ഒന്നുമില്ലേനു. നമുക്ക് ഇതും കൂടി മെയിൻ ചെയ്യാം. അങ്ങനെ മേലക്കുള്ള വഴി കിട്ടിയാൽ നമുക്ക് അതിലെങ്ങനെയും പിടിച്ച് കയറണം. സോംബികളെ തട്ടിയിട്ട് ഫുഡാക്കിയാലോ? എന്നാ ഒരു മിനിറ്റ്, ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് എന്തായാലും ഇനി വുഡിന്റെ ആവശ്യം ഓവറായിട്ടില്ല. ഈ വുഡും വെച്ചിട്ട് നമുക്ക് അയൺ ഇതാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്ക്. നമുക്ക് കുറച്ച് ആർമർ മെല്ലെ നൈസിനാവാം. ഇനി നമുക്ക് ഒരു ബൂട്ട് ഉണ്ടാക്കട്ടെ. അയ്യോ, ബൂട്ട് റെഡി. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചിട്ട് ഇവിടെ നിന്ന് എങ്ങനെയാലും ഇറങ്ങണം. എങ്ങനെ ഇപ്പൊ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുക നമ്മള്? സ്റ്റോൺ വെച്ചിട്ടൊന്നേ മേലോട്ട്. നമുക്ക് മനസ്സിലായി, വഴി മനസ്സിലായി. വീട്ടിലോട്ടുള്ള. അയ്യോ, ഇവൻ്റെയൊക്കെ എന്നൊക്കെ നല്ല അടി കിട്ടും എന്നൊക്കെ തോന്നുന്നു ഇങ്ങനെ പോവാണെങ്കിൽ. അയ്യോ അയ്യോ, ഓ ബായ്സ്, ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ട്. ഇനി നമ്മൾ വീണ്ടും മേലൊക്കെ തന്നെ കയറാം. മേലെ കുറച്ച് അയ്യം കാണുന്നു. ആ വഴിയിലൂടെ വന്ന് നിൽക്കറിയാം. മാത്രക്ക് ചെറിയ ഓർമ്മ ഉണ്ട്. ഞാൻ ഒറ്റ റണ്ണ് ഓടി ചെയ്തത്. ഞാൻ തേണല്ലേ ഗോൾഡല്ലേ മുറിച്ച് നല്ല പയ്യണ വിചാരിച്ച്. സോംബിയോള് ഞാനൊരു വീഴലും വീണപ്പല്ലേ എൻ്റെ ഹാർട്ട് കുറെ കുറഞ്ഞതുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി. ഞാൻ വന്ന് വീണ വഴി എവിടെയെന്ന് പിന്നെ അങ്ങനെ അതാണ് ഞാൻ വന്ന് വീണ വഴിയും കണ്ടുപിടിച്ച്. നമുക്ക് ഹങ്കർ ബാർ ഫുള്ളായിട്ട് വരാൻ പിടിക്കും. നമുക്ക് ഇവിടെ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാണ്ട്. ഞാനേ മേലേക്ക് കയറട്ടെ ഗൈസ്. മഴയും പെയ്തു നമ്മൾ മേലോട്ട് കയറാൻ വന്നപ്പോഴേ. ഇത് കഷ്ടമാണ് ഗൈസ് നമുക്കൊക്കെ അങ്ങനെ. അയ്യോ, ഇതിലില്ലേ സാധനം, ഇതൊക്കെ ക്രാഫ്റ്റിങ് ചെയ്യാം. നമുക്ക് എന്തായാലും മൈൻ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങാം ഗൈസ്. നൈറ്റ് ആണേനും സ്ലീപ്പ് ചെയ്യാനും പറ്റില്ല നമുക്ക്. എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ ഉണ്ടോ നമ്മളെയൊക്കെ? എന്തെങ്കിലും സ്പൈഡറിൻ്റെ ഇതാണ്ട് അയ കഴിച്ചാൽ നമുക്ക് ഇതാണ്. പിന്നെ ജീവിക്കാനും വയ്ക്കില്ല. ഹാർഡ് കോറും ആണേനും. ഫുഡില്ലാതെ മരിക്കുന്നൊക്കെ തോന്നുന്നു ഇങ്ങനെ പോകുകയാണെങ്കിൽ. എങ്ങനെ ഇപ്പം നമ്മൾ ടൈം സ്കിപ്പ് ചെയ്യാം? അയ്യോ, സീൻ ഡാർക്കായിട്ട് വരിക കേട്ടോ. ഇങ്ങനെ പോകണമെങ്കിൽ മിക്കവാറും നമുക്ക് പണി കിട്ടും. സോംബിനെ കൊന്നിട്ടതിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടും നിൽക്കുമ്പോൾ സോംബി ഒന്നും ഡ്രോപ്പ് ചെയ്തൊന്നും ചെയ്തില്ല. നേരം വെളുക്കാനായി എന്നൊക്കെ ഈ അന്തരീക്ഷം കണ്ടിട്ട് തോന്നുന്നത്. ഇത് നൈറ്റ് ആവുകയാണോ? എന്നാലും നമുക്കിപ്പോൾ കുറച്ച് ഹാർട്ടുള്ളൂ. പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാം. അതാവും ഇപ്പം നല്ലത്. അയ്യോ, നമ്മളിതൊക്കെ ഒന്ന് കുക്കാവും ചെയ്യും. അയ്യം ഫുള്ള് കുക്കായി നോക്കട്ടെ. 7 അയണായി. നമുക്കൊരു പാൻറ് ഉണ്ടാക്കാം. നമുക്ക് ഫുള്ള് ആർമർ ഉണ്ടാക്കാനുള്ള അയ ഉണ്ട് തോന്നുന്നു. അതുണ്ട്. അപ്പം നമുക്കൊരു ബൂട്ട് ആയി, ഒരു പാൻറ്റും ആയി. ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ ചെസ്റ്റ് പ്ലേറ്റും വേണം, ഹെൽമെറ്റും വേണം. അതും കൂടി അല്ലേ ഉള്ളൂ. അപ്പം ഫുള്ള് സാധനത്തിലുള്ള അയ ഉണ്ട് നമ്മളെയൊക്കെ. അയ്യോ, നല്ല അങ്ങോട്ട് നേരം അത് റെയിനും കൂടിയാണ്. ഈ സോംബികൾ ചാവും കൂടി ഇല്ല. വെറും മഴയും കൂടിയും വന്നുകൊണ്ട് ഒരു ഡാർക്ക് സിറ്റുവേഷൻ. നേരം വെളുത്തിട്ട് ഇനി കാര്യമല്ല. ഉള്ളത് സോംബികളും സ്കെലട്ടണും ഒക്കെ അതേമാതിരി അവിടെ ഉണ്ടാവും. എന്നാലും ഒന്ന് വാട്ടർ വെച്ച് കയറി നോക്കട്ടെ. അപ്പം നമുക്ക് ഫുഡ് അത്രക്ക് അത്യാവശ്യമാണ് ഫുഡിന്. ഇനി ഇവിടെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ മെല്ലെ കയറാൻ പറ്റും. ബുദ്ധിയാന എടുക്കുക, അവിടെ വയ്ക്കുക. ഓ,
എവിടെ എവിടെ ഗായ്സ് ഇപ്പൊ തന്നെ വീണ് ചപ്പീന്ന്. അയ്യോ മഴ നിന്ന് കുറച്ച് ആശ്വാസം ഉണ്ട്. അയ്യോ മഴ നിന്നിട്ടൊന്നുമില്ല, എനിക്ക് തോന്നിയതാണ്. ഇവിടെ എടുത്ത് വല്ല ആനിമൽസും ഉണ്ടോ ഗൈസ്. നമ്മളെ വീട്ടിലോട്ട് എത്തിയ ആവശ്യത്തിന് ഫുഡും ഉണ്ട് ഇപ്പൊ കയ്യിൽ. അയ്യോ സ്മെൽട്ടാ കഞ്ഞിയൊന്നുമില്ലേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. എന്തായാലും ഈ ഫുഡ് സ്മെൽറ്റാക്കാൻ വെക്കട്ടെ, ഫുഡ് ഇട്ടിട്ട് ഇനിയൊരു കളിയില്ല ഇവിടെ. അയ്യോ ഇനി നമുക്ക് എത്ര അയ്യം കിട്ടിയപ്പോ 7 അയ്യം ഉണ്ട്. നമുക്ക് എന്താ ക്രാഫ്റ്റ് ചെയ്യാൻ, ഹെൽമെറ്റും പാടിയും ക്രാഫ്റ്റ് ചെയ്യാം. ജസ്റ്റ് പ്ലേറ്റ് ഒഴിച്ചപ്പോൾ നമ്മളൊക്കെ ബാക്കിയുള്ള എല്ലാതും ആയി. ഇനി ഒന്നും ഉണ്ടാക്കാൻ സംഭവങ്ങളില്ലായിട്ടല്ല, നമുക്ക് ഇതില്ല, അയൺ ലൈറ്റ് അല്ല, റീസോഴ്സസ് ഇല്ല. അതായത് കത്തിക്കാൻ സ്മെൽറ്റാക്കാൻ ഒന്നും ഇല്ല. ഇനി വേണ്ടാത്ത ഫുള്ളി ചെസ്റ്റിലോട്ടും തട്ടട്ടെ. ഇതാ 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 ഈ 64 ഒരു തുള്ളി വുഡ് നമുക്ക് വേണം. ഇതിൽ നിന്ന് തന്നെയല്ലേ ബെഡ് കിട്ടുക നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ. അതെ നമ്മൾ ബെഡും കിട്ടി, നൈറ്റ് സ്കിപ്പാക്കാനൊരു സാധനവും കിട്ടി. അയ്യോ റീസ്പോൺ പോയിന്റും സെറ്റാക്കി. ഇതിൽ ചത്തിട്ടും കാര്യമില്ല, റീസ്പോൺ വെറുതെ ഈ ഹാർഡ് കോറിന് റീസ്പോൺ സെറ്റാക്കാൻ പാടില്ല ശരിക്കും. അല്ല സ്ലീപ്പാകാം, പക്ഷെ റീസ്പോൺ ആവരുത്. അങ്ങനെ ആയാലൊക്കെ ആണെങ്കിലും നമുക്ക് ഹാർഡ് കോർ വേൾഡ് സർവൈവലായിട്ട് കളിക്കാമല്ലോ, നൈസാവുന്ന. പക്ഷെ പിന്നെ ഇതിന് ഹാർഡ് കോർ എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെ അറിയിക്കണല്ലേ. അങ്ങനെ ഫുഡായി നമുക്ക് ഈ ഉള്ള അയണും പാടി അങ്ങോട്ട് കത്തിച്ചേക്കാം. നമുക്ക് ഫുൾ അയൺ ആർമറാവാം ഈ എപ്പിസോഡിൽ തന്നെ. നമ്മൾ അയൺ ഫുള്ള് സ്മെൽട്ടായി കഴിഞ്ഞിരിക്കണേ. ഇനി നമുക്ക് ഈ അയൺ എടുത്തിട്ട് നമുക്ക് ഒരു ചെസ്റ്റ് പ്ലേറ്റും പാടി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ചെസ്റ്റ് പ്ലേറ്റോടെ അതൊക്കെ ചെസ്റ്റ് പ്ലേറ്റ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഫുള്ള് അയൺ ആർമറായി. ഇതല്ല ഞാനും എന്നെ നോക്കുന്നത് അമർത്തിയിട്ടെന്താവാത്ത. ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഈ അയൺ ടൂൾസും പാടി സെറ്റ് ആവണം. ആക്കി വെക്കാം. എങ്ങനെ സോഡ്, ആക്സ്, പിക്കാക്സ്, ഇത് അത്ര സാധനങ്ങളുള്ളൂ ഇനി നമുക്ക് വേണ്ടത്. ബാക്കി ഫുള്ള് ഇനി നമുക്ക് എടുത്തിട്ട് ഈ ജസ്റ്റിലോട്ട് തന്നെ കൊട്ടാം. ഇനി ബാക്കിയുള്ള എല്ലാ സാധനവും നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഗൈസ് ഇന്നത്തെ എന്താ പറയുക ഗോളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. കാരണം നമുക്ക് എങ്ങനെയല്ലോ ഈ വീഡിയോയിൽ ഒരു 100 സബ്ബായ പിന്നെ നമ്മൾ 100 സബ് എന്ന് പറഞ്ഞടക്കാമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ് ചെയ്യും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ പൊട്ടത്തരം കാട്ടിയിട്ട് വേൾഡ് കളിയില്ല, ഞാൻ അടിപൊളി കളിച്ചോണ്ട്. അപ്പോൾ ടാറ്റാ ബൈ.